നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യ പാദത്തിൽ ഇന്ന് FC ബാഴ്സലോണയും ഇൻ്റർ മിലാനും തമ്മിൽ ബാഴ്സലോണയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 12:30 ഏറ്റുമുട്ടുകയാണ്. അതിന് മുന്നോടിയായിട്ട് FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹവും ഹൻസി ഫ്ലിക്കുമാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനെത്തിയത്. യമാലിനെയും മെസ്സിയെയും താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അതിനുള്ള യമാലിൻ്റെ മറുപടിയാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒരിക്കലും എന്നെ ലിയോ മെസ്സിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, മറ്റാരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും മെസ്സിയുമായിട്ട് തീരെ കമ്പയർ ചെയ്യുന്നില്ല. ഞാനത് നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരു സെൻസും ഉണ്ടാക്കുന്നില്ല. മെസ്സിയോടൊക്കെ കമ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു സെൻസില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെസ്സിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. നേരത്തെ FC ബാഴ്സലോണയും ഇൻ്റർ മിലാനും തമ്മിൽ ഏറ്റുമുട്ടിയ ഘട്ടത്തിൽ ലിയോ മെസ്സി ഗോളടിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അദ്ദേഹം പറയുന്നു, ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ മെസ്സി ഇൻ്ററിനെതിരെ ഗോളടിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹം മറ്റെല്ലാ ടീമുകൾക്കെതിരെയും മറ്റൊരുപാട് ടീമുകൾക്കെതിരെയും ഗോളടിച്ചു. ഈ ടീമിനെതിരെ ഗോളടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് മിസ് ചെയ്തു. പക്ഷേ എനിക്ക് ഗോളടിക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മെസ്സി അടിക്കാത്ത ആ ഗോൾ തനിക്കടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതൊരു ലാമിൻ എറയാണോ, ബാഴ്സയിൽ ഇതൊരു ലാമിൻ എറയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ ഹോപ്പ് ഇറ്റ്സ് ബാഴ്സാസ് എറ, നോട്ട് ലാമിൻസ്. ഇത് ലാമിൻ്റെ എറയല്ല, മറിച്ച് ബാഴ്സയുടെ എറയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇറ്റ്സ് ദി എറ ഓഫ് ബാഴ്സ, നോട്ട് ലാമിൻ എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ഫുട്ബോളർ എന്ന നിലയിൽ എങ്ങനെ അറിയപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്ന മറുപടി, തീർച്ചയായിട്ടും ഒരു ഫുട്ബോളർ എന്ന നിലയിൽ എനിക്ക് ഗ്രേറ്റ് പ്ലെയറായിട്ട് അറിയപ്പെടണം, മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ പൊളൈറ്റായ, എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ച വാല്യൂകളുള്ള ഒരു വ്യക്തിയായിട്ട് വളരാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യമാൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.